ബഹുമാനപ്പെട്ട ശ്രീ എം വിജിൻ, അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സർ, ഈ ഉപധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുകയാണ്. സർ, തീവ്ര സാമ്പത്തിക കടന്നാക്രമണങ്ങൾക്ക് കേരളം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തനത് വരുമാനം ഉയർത്തിയും അതീവ ശ്രദ്ധയാർന്ന ധനമാനേജ്മെൻറ്റ് വഴിയും ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നികുതി പിരിവ് ഊർജിതപ്പെടുത്തിയും അധിക ചെലവുകൾ നിയന്ത്രിച്ചും സാമ്പത്തിക ദൃഢീകരണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിന്നാണ് സംസ്ഥാനത്തിൻ്റെ ധന മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്നത്. ട്രഷറി പൂട്ടാതെ ആവശ്യ ചെലവുകളെല്ലാം നിർവഹിച്ചും സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യുകയാണ് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ്. കഴിഞ്ഞ വർഷം സർ, മുൻ വർഷത്തെ അപേക്ഷിച്ച് GST വരുമാനം 23,000 കോടി നമുക്ക് വർദ്ധിപ്പിക്കാനായി. 2021-22 തനത് നികുതി വരുമാന വർധനവ് 22.41% സർ, അത് ഈ വർഷം 23.36% വീണ്ടും സാധിച്ചു. റവന്യൂ കമ്മി 0.9%-ലെത്തിച്ചു. റവന്യൂ കമ്മി 1% താഴെ എത്തിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർ. രാജ്യം ശ്രദ്ധിക്കുന്ന വിധത്തിൽ GST വകുപ്പിൻ്റെ പുനഃസംഘടനയിലൂടെ നികുതി ഭരണത്തിൻ്റെ കാര്യക്ഷമതയും നമുക്ക് വർദ്ധിപ്പിക്കാനായി. രാജ്യത്തെ ഉയർന്ന വരുമാന വർധനവ് നിരക്കും ഉൽപ്പാദന വളർച്ചാ നിരക്കും ആർജിക്കുവാൻ സർ ഈ കാലഘട്ടത്തിൽ കേരളത്തിന് സാധിച്ചു എന്നത് ഏറെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നുകൂടിയാണ്. സർ, കേരള സർക്കാർ മാതൃകാപരമായി മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം കൂടി നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേരളം ഇന്ന് നേരിടുന്ന ധനഞ്ഞെരുക്കത്തിൻ്റെ അടിസ്ഥാന കാരണം കേന്ദ്ര റവന്യൂ വിഹിതത്തിലും വായ്പ അനുമതിയിലും വന്നിട്ടുള്ള കുറവാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന് കേന്ദ്ര നയങ്ങൾ മൂലമുണ്ടായ വരുമാന നഷ്ടം ഏകദേശം 95,901 കോടി രൂപയാണ് സർ. ഈ വർഷം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയിലും വായ്പാനുപാതത്തിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് 57,400 കോടി രൂപയാണ് കേരളത്തിന് കുറവെന്ന് സർ. വായ്പാനുമതിയിൽ 19,000 കോടി രൂപ നിഷേധിച്ചു. റവന്യൂ കമ്മി ഗ്രാൻഡിൽ 8,400 കോടി കുറച്ചു. GST നഷ്ടപരിഹാരം 12,000 കോടി രൂപയോളം ഇല്ലാതായി. നികുതി വിഹിതം 3.58%-ൽ നിന്ന് 1.925%-മായി കുറച്ചതിലൂടെ 18,000 കോടി വരുമാന നഷ്ടമുണ്ടായി. സർ, കേരളത്തിന് കേന്ദ്രത്തിന് കിട്ടാനുള്ള കുടിശ്ശിക 58,891 കോടി രൂപയാണ് സർ. സർ, ഇവിടെ നാം കാണേണ്ടത്, ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ സമീപനം തുടരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സമീപനമെന്നാണ്. സർ, സാധാരണ നാം അമ്മായിയമ്മ പോരിൻ്റെ കഥകൾ നാട്ടിൽ പറയാറുണ്ട്. മകൻ ചത്താലും വേണ്ടിയില്ല, മരുമോളെ കണ്ണീര് കാണണം. ഈ സമീപനമല്ലേ സർ കേരളത്തിൻ്റെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്? BJPക്കെതിരായി, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ഒരക്ഷരം മിണ്ടാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നുണ്ടോ? സർ, ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ ഘട്ടത്തിൽ നിങ്ങൾ തയ്യാറാകുമോ? നേരത്തെ നിങ്ങൾ പറഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു, ഞങ്ങൾ എങ്ങനെ ഈ ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കും. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ തയ്യാറാകുമോ? ഈ കേരളത്തിന് വേണ്ടി, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്ക് വേണ്ടിയല്ല സർ, ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും ഇനി രാഷ്ട്രീയമില്ലാ ജനതയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് നാം ശബ്ദിക്കേണ്ടത്. ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് വാങ്ങിച്ചെടുക്കാൻ ഇവിടുത്തെ UDF പ്രതിപക്ഷം തയ്യാറാകുമോ? ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അട്ടിമറിക്കപ്പെട്ടു. എങ്ങനെയാണ് സർ ക്ഷേമ പെൻഷൻ അട്ടിമറിക്കപ്പെട്ടത്? നിങ്ങൾ BJPയോട് ചേർന്ന് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആഘോഷിച്ചു ക്ഷേമ പെൻഷൻ കിട്ടാതായത്. ഞാനതിന് മറ്റേ അർത്ഥത്തിലേക്ക് പോകുന്നില്ല. UDFന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 600 രൂപ 18 മാസം കുടിശ്ശിക, ഇപ്പൊ 1,600 രൂപയാണ് മാസാമാസം കൊടുക്കുന്നതിന് വേണ്ടി കൃത്യമായി ഇടപെടൽ നടത്തിയില്ലേ ഈ ഗവൺമെന്റ്? അതിനുവേണ്ടി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി രൂപീകരിച്ചു. സർ, എങ്ങനെയാ ആ പെൻഷൻ കമ്പനി തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായത്? അതിൽ നിങ്ങൾക്കുൾപ്പെടെ പങ്കില്ലേ? അത് കേന്ദ്രം തകർക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ കൂട്ടുനിന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, കേരളത്തെ തകർക്കുന്ന സാമ്പത്തിക ഇടപെടലുകൾ കേന്ദ്രം നടത്തുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണ് UDF പ്രതിപക്ഷവും എന്നിടത്ത്
നിങ്ങൾ ഈ നാട്ടിലെ ജനതയോട് മറുപടി പറയേണ്ടതായി വരും. എല്ലാത്തിലും പ്രതിപക്ഷത്തിന്റെ സമീപനം എന്താണ് സർ? ഇവിടെ ഇപ്പൊ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം പ്രസംഗത്തിൽ പറയുന്നത് എസ് എഫ് ഐ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ്. ഇവിടുത്തെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരംഗം ഇവിടെ പറഞ്ഞത് കൊട്ടേഷൻ കൊടുക്കുന്ന പ്രസ്ഥാനം. കൊട്ടേഷൻ കൊടുക്കുന്ന ഞങ്ങളല്ല, കൂടോത്രം വഴി ഉൾപ്പെടെ കൊട്ടേഷൻ കൊടുക്കുന്ന ആരാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ തന്നെ പരിശോധിച്ചാൽ മതി. എസ് എഫ് ഐയെ കുറിച്ച് പറയുകയാണ് പ്രാകൃത സംഘടന. എസ് എഫ് ഐ കാലഹരണപ്പെട്ടു, മുദ്രാവാക്യമില്ല. സർ, ഈ രാജ്യത്തിന്റെ ചരിത്രം, കേരളത്തിന്റെ വിദ്യാഭ്യാസ പോരാട്ടത്തിന്റെ ചരിത്രം ഒന്ന് പ്രതിപക്ഷാംഗങ്ങൾ എടുത്തു നോക്കുക. ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ പാവപ്പെട്ടവന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാട്ടം നടത്തി വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ ഇടം നേടിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സർ എസ് എഫ് ഐ. ഇവിടെ നിങ്ങൾ കാണണം, എസ് എഫ് ഐക്കാരാണോ അക്രമകാരികൾ? 35 സഖാക്കളെയാണ് ഈ പ്രസ്ഥാനത്തിന് 1970 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടത്, രക്തസാക്ഷിത്വം വരിച്ചത്. അഷ്റഫ് ബ്രണ്ണൻ കോളേജിൽ, ജി ഭുവനേശ്വരൻ, പി കെ രാജൻ തൃപ്പൂണിത്തറ ആയുർവേദ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു സർ. ജോബി ആൻഡ്രൂസ്, MSFന്റെയും KSUവിന്റെയും ഗുണ്ടകൾ ഒരു വിദ്യാർത്ഥി നേതാവിനെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ചരിത്രം കേരളത്തിൽ ഇന്നേവരെ കേട്ടിട്ടുണ്ടോ? രാജ്യത്ത് ഇന്നേവരെ കേട്ടിട്ടുണ്ടോ സർ? ധീരജ് വരെയുള്ള നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ രക്തസാക്ഷിത്വത്തിന്റെ പരമ്പരയിൽ 12 പേരെ കൊലപ്പെടുത്തിയത് നിങ്ങളാണ്, MSF ആണ്, KSU ആണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു SFI ക്കാർ അക്രമകാരികൾ. ആരാണ് സർ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അക്രമം നടത്തിയവർ? നോക്കുക, MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസിന്റെ മൂക്കിടിച്ച് തകർത്ത പ്രസ്ഥാനമാണ് KSU. ഇവിടെ ഹയർ സെക്കൻഡറി ഡയറക്ടറായിരുന്ന കേശവേന്ദ്രകുമാർ IASന്റെ ശരീരത്തിൽ കരിയോയിലൊഴിച്ച പ്രസ്ഥാനമാണ് KSU എന്ന് നമുക്കറിയാം. അധ്യാപകരെ ചവിട്ടിക്കൊന്നില്ലേ? ആരാ ചവിട്ടിക്കൊന്നത്? ഇവിടുത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ചില്ല. നിങ്ങളുടെ യൂത്ത് സംഘടനയാണ്, യൂത്ത് ലീഗാണ്. 5 പേരാണ് പ്രതി. ഇവിടെ ജെയിംസ് അഗസ്റ്റിൻ എന്ന അധ്യാപകനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ചവിട്ടി കൊലപ്പെടുത്തിയ പ്രസ്ഥാനത്തിന്റെ പേര് യൂത്ത് ലീഗ് എന്നാണ്. എന്നിട്ട് ഇവിടെ വന്ന് പറയുകയാണ് SFI ക്കാർ അക്രമകാരികൾ. നോക്ക്, ഞങ്ങൾക്ക് SFIക്ക് മുദ്രാവാക്യമില്ലെന്നാണ് പറയുന്നത്. നീറ്റ് വിഷയത്തിൽ കേരളത്തിൽ സമരം നടത്തി SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ 9 സഖാക്കളെ ജയിലടക്കപ്പെട്ടു. ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് SFI. നിങ്ങൾ പൂക്കോട് വിഷയമൊന്നും SFIയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കേണ്ട. യാഥാർത്ഥ്യമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നത്തെ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ അത് സമ്മതിക്കുക. അതിനെതിരെ നുണകൾ പ്രചരിപ്പിക്കുകയല്ല പ്രതിപക്ഷ നിയമസഭയിൽ വന്ന് ചെയ്യേണ്ടത്. SFI വിദ്യാർത്ഥി ഹൃദയത്തിലാണ്. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, SFI തിരിച്ചു വരും. ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാവും. ഇവിടെ നിങ്ങൾ എങ്ങനെ SFIയെ ആക്രമിച്ചു പോകുന്നു? നിങ്ങൾ ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ? സമരങ്ങൾ ഈ നാട്ടിൽ കൃത്യമായി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? നിങ്ങളിവിടെ കൃത്യമായി BJPയെ സഹായിക്കുന്ന സമീപനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൂരത്തിനെ കുറിച്ച് പറയുന്നു. സർ, നോക്ക്, മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി, ആ ജനസമ്പർക്ക പരിപാടിയിൽ നിയമസഭയിൽ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് അത് 2 ഘട്ടമായി നടത്താൻ ചെലവഴിച്ച തുക, ഉമ്മൻചാണ്ടി സർക്കാർ ചെലവഴിച്ച തുക, 1-ാം ഘട്ടം 4,42,64,000 രൂപ, 2-ാം ഘട്ടം 4,84,62,000 രൂപ. ഈ 2 ഘട്ടങ്ങളായി ഈ ജില്ലകളിലൂടെ ജനസമ്പർക്ക പരിപാടിക്ക് സംഘടിപ്പിക്കാൻ മാത്രം ചെലവായത് 9.5 കോടിയോളം രൂപയാണ്. സർ, നിങ്ങൾ നവകേരള സദസ്സിനെ പറയുന്നു. എന്ത് ചെലവുണ്ടായി കേരളത്തിന്റെ ഖജനാവിന്? ഈ നാട്ടിലെ ജനങ്ങളുമായി നമ്മുടെ മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ സംവദിച്ച് ഈ നാടിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കി അതിലിടപെട്ട് മികച്ച പ്രവർത്തനം ദൂർത്ത് സംഘടിപ്പിച്ചത് നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിരിക്കുന്നു. ഇവിടെ ധനകാര്യ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കേണ്ടത്. നിങ്ങൾ ഏത് തരത്തിൽ ഞങ്ങളെ തകർക്കാൻ നോക്കിയാലും ഞങ്ങൾ തോറ്റ് പിന്നോട്ട് പോവുകയില്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ കുതിക്കുകയും ചെയ്യും. ഞങ്ങൾ നവകേരളം സൃഷ്ടിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഞങ്ങൾക്കുണ്ടായത് താൽക്കാലിക പരാജയമാണ്. നിങ്ങളുടെ വിജയവും താൽക്കാലികമാണ്. പക്ഷേ നിങ്ങൾ അതിൽ അഹങ്കരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ കരുത്തിനെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുകയാണ്. നോക്ക്, ഈ പരാജയത്തെ തുടർന്ന് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് ഈ കരുത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. നോക്ക്, കേരളത്തിന്റെ ചരിത്രം ഇത്രമേൽ ആക്രമിക്കപ്പെട്ട
ഇത്രമേൽ വേട്ടയാടപ്പെട്ട മാധ്യമങ്ങൾ പിന്തുടർന്ന് വേട്ടയാടിയ മറ്റൊരു മനുഷ്യൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല സാർ. 1975 സെപ്റ്റംബർ മാസം 28 അടിയന്തരാവസ്ഥ കാലത്ത് MLA ആയിരുന്ന അന്ന് കുത്തുപറമ്പ് MLA ആയിരുന്ന ശ്രീ പിണറായി വിജയനെ നിങ്ങളുടെ പോലീസ്, നിങ്ങളുടെ ഭരണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മൃഗീയമായി സ്റ്റേഷനിൽ മർദ്ദിച്ചു. ആ മർദ്ദനത്തിന്റെ വാർത്ത 1977 മാർച്ച് 30 ഇതേ സഭയിൽ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയുണ്ടായി സാർ. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു 5 പേർ 25 മിനിറ്റ് നിർത്താതെ മർദ്ദിച്ചു, പല പ്രാവശ്യം വീണു, പല പ്രാവശ്യം എഴുന്നേറ്റു, എന്നിട്ടും തളരാത്ത പോരാട്ട വീര്യമാണ് കേരളത്തിന്റെ കരുത്തുറ്റ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ആ കരുത്തിനെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ്, ശരികളുടെ നിലപാടുകളാണ്. ആ ശരി നിലപാടുകളോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ, ഈ സംവിധാനത്തെ നയിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി മുന്നോട്ട് പോകും. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങും. അവരിൽ നിന്ന് കാര്യങ്ങൾ കൊണ്ട് വീണ്ടും കരുത്തോടുകൂടി ഈ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും രാഷ്ട്രീയ തലങ്ങളിൽ ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് കൂടി സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ ഉപധന അഭ്യർത്ഥന ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തും.